Dear students, Kerala Engineering Entrance പരീക്ഷയുടെ previous year questions ആണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. Today we can go with the chapter Oscillations. വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ ആണ്. We can wait minimum 3 to 4 questions from this section. 2020 ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. A good concept now. Two simple harmonic motions with the same amplitude and the same frequency acting in the same direction are impressed on a particle. The resultant amplitude of the particle is equal to the amplitude of individual SHMs. Then the phase difference between the two simple harmonic motions is. അപ്പോൾ ഫസ്റ്റ് സിമ്പിൾ ഹാർമോണിക്കിൻ്റെ ആംപ്ലിറ്റ്യൂഡ് സേ A1 എന്നിരിക്കട്ടെ. ദ സെക്കൻഡ് വൺ വിത്ത് ദ ആംപ്ലിറ്റ്യൂഡ് as A2. ദേ ആർ കമ്പൈൻഡ് ടുഗദർ. അവയുടെ റിസൾട്ടൻ്റ് ഇൻറ്റൻസിറ്റി ദാറ്റ് ഈസ് നമ്മൾ സാധാരണ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇൻ വെക്ടർ കൺസെപ്റ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു A1 പ്ലസ് A2. അതിനെ മോഡുലസിലായിട്ട് നമുക്ക് റെപ്രസെൻ്റ് ചെയ്താൽ മോഡുലസ് A1 പ്ലസ് മോഡുലസ് A2. നമുക്കറിയാം ഇൻ വെക്ടർ കൺസെപ്റ്റിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ദാറ്റ് ഈസ് ഈക്വൽ ടു A1 സ്ക്വയർ പ്ലസ് A2 സ്ക്വയർ പ്ലസ് 2A1 A2 cos phi. സോ ദാറ്റ് ഈസ് ദ കൺസെപ്റ്റ്. അപ്പോൾ ഇവിടെ A1ഉം A2ഉം ഓരോ സിമ്പിൾ മോഷൻസിൻ്റെ ആംപ്ലിറ്റ്യൂഡും ഫൈ അവ തമ്മിലുള്ള ഫേസ് ഡിഫറൻസുമാണ്. പക്ഷേ ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ദ റിസൾട്ടൻ്റ് ആംപ്ലിറ്റ്യൂഡ് ദാറ്റ് മീൻസ് മോഡുലസ് ഓഫ് A1 പ്ലസ് A2വിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് അതിൻ്റെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഓരോന്നിനും സമമാണ് എന്നാണ് പറയുക. അപ്പോൾ ഇവനെ നമുക്ക് സേ എക്സ് ആയിട്ട് നമ്മൾ പരിഗണിച്ചാൽ ഈ റിസൾട്ടൻ്റ് കിട്ടിയ ഈ എക്സിൻ്റെ വാല്യൂ തന്നെയാണ് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള വാല്യൂസ്. ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ പ്ലസ് 2x സ്ക്വയർ കോസ് ഫൈ. ഒന്ന് സ്ക്വയർ ചെയ്താൽ വി ഗെറ്റ് ആസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 2x സ്ക്വയർ കോസ് ഫൈ. നമുക്ക് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയറിനെ നമുക്ക് 2x സ്ക്വയർ ആയിട്ട് നമുക്ക് എടുക്കാം. സോ പ്ലസ് 2x സ്ക്വയർ കോസ് ഫൈ. സോ ഇവനെ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവന്നാൽ മൈനസ് 2x സ്ക്വയർ ഈക്വൽ ടു 2x സ്ക്വയർ കോസ് ഫൈ. എക്സ് സ്ക്വയർ മൈനസ് 2x സ്ക്വയർ എന്ന് പറയുമ്പോൾ നമുക്കതിനെ മൈനസ് എക്സ് സ്ക്വയർ ആയിട്ട് നമുക്ക് പറയാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 2x സ്ക്വയർ കോസ് ഫൈ. എക്സ് സ്ക്വയർ ക്യാൻസൽ ആണ്. സോ വി ഗെറ്റ് ദ വാല്യൂ കോസ് ഫൈ ഈസ് ഈക്വൽ ടു മൈനസ് ഹാഫ്. സോ മൈനസ് ഹാഫ് ആണ്, മൈനസ് വാല്യൂ ആണ് തന്നത്. സ്വാഭാവികപരമായിട്ടും ദ വാല്യൂ ഓഫ് ഫൈ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 180 മൈനസ് തീറ്റ. സോ വി ക്യാൻ സേ ഹാഫ് വരുന്നത് നമുക്കറിയാം 60 ഡിഗ്രി ആണ്. സോ ഫൈ വി ക്യാൻ സേ ദാറ്റ് ഫൈ ഈസ് ഈക്വൽ ടു 60 ഡിഗ്രിയാണ് ഹാഫ്. സോ 180 മൈനസ് 60 ഡിഗ്രി. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 120 ഡിഗ്രി. സോ ദാറ്റ് ഈസ് ദ വെരി ഇമ്പോർട്ടൻറ്റ് വൺ. So there 120 degree, that is 360 by 3, that is 2 pi by 3. We get the answer as D choice. അപ്പോൾ എപ്പോഴും ഓർക്കേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റാണ് ദിസ് വൺ. മോഡുലസ് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിലേഷൻ. ഓരോ സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെയും ആംപ്ലിറ്റ്യൂഡ് നമുക്കറിയാമെങ്കിൽ റിസൾട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന റിലേഷൻ ഓർത്തിരിക്കുക. സോ വി ക്യാൻ മൂവ് വിത്ത് ദ നമ്പർ 2, എ സിമ്പിൾ കൺസെപ്റ്റ്. The Q factor for a damped oscillator is given by. Abam, it's a basic definition. The quality factor of a damped oscillation is the ratio of initial energy stored in the resonator to the energy lost in one radian of the cycle. So that is nothing but equal to, we can take the C as the answer for the question. So we can move with the third question, again from 2019. Instantaneous power delivered to a damped harmonic oscillator by an external periodic force under steady state condition. ഇപ്പോൾ സാധാരണ ഡാംപ്ഡ് ആയിട്ടുള്ള ഓസിലേഷൻസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ഗോസ് ഓൺ ഡിക്രീസിങ് വിത്ത് ടൈം എന്നുള്ള ഒരു ആസ്പെക്ട്സ് ആണ് നമുക്കറിയാമെന്നുള്ളത്. അപ്പോൾ അതിനെ
നമ്മൾ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫോഴ്സ് നമ്മൾ കൊടുക്കുന്നത് വഴി ഇവന് നഷ്ടപ്പെടുന്ന എത്രയാണോ അത് അവന് തിരിച്ചു കൊടുക്കുന്ന തരത്തിലാണ് നമ്മൾ എക്സ്റ്റേണൽ ആയിട്ടുള്ള പീരിയഡിക് ഫോഴ്സ് നമുക്ക് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും അതിൻ്റെ ഒരേ ഫേസിൽ അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കൂടുന്ന തരത്തിലാകുന്നത് കൊണ്ട് ഇറ്റ് മസ്റ്റ് ബി ആൾവേസ് പോസിറ്റീവ്. ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്. We can move with the fourth one. A mass M is suspended vertically by a massless ideal spring with a spring constant K and is at rest. The mass is displaced upward by a height h. When released, the kinetic energy of the mass will be proportional to. അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് എം മാസ് എന്ന് പറഞ്ഞ ഒരു സ്പ്രിങ്ങിൽ ഒരു വെയിറ്റ് ദാറ്റ് ഈസ് ഗോട്ട് ദ വാല്യൂ as m ദാറ്റ് ഈസ് ഹാങ്ഡ്. സോ ഇത് ബേസ് ചെയ്തിട്ട് നമ്മളോട് പറയുന്നത് ദാറ്റ് സ്പ്രിങ് ഈസ് റൈസ്ഡ് ടു എ ഹൈറ്റ് ഓഫ് h. സോ അപ്പോൾ ഉറപ്പായിട്ടും നമ്മുടെ സ്പ്രിങ്ങിനൊരു കംപ്രഷൻ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഒരു ഇക്വിലിബ്രിയം കൺസെപ്റ്റായിട്ട് എടുക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒന്ന്, ബിക്കോസ് ഓഫ് ദ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ദാറ്റ് മാസ് ഗോഡ് എ പൊട്ടൻഷ്യൽ എനർജി യു ബിക്കോസ് ഓഫ് ദ ഹൈറ്റ് h. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് നമ്മുടെ ദാറ്റ് മാസ് വിൽ ഗീവ് എ കംപ്രഷൻ ഓൺ ദ സ്പ്രിങ്. അപ്പോൾ ആ സ്പ്രിങ്ങിലൊരു because of the restoring force there is a potential energy is there because of the force constant. അപ്പോൾ ഇത് രണ്ടും കൂടെ നമ്മൾ അനലൈസ് ചെയ്താൽ നമുക്ക് ഉറപ്പായിട്ടും h ഹൈറ്റിലിരിക്കുമ്പോൾ ആ മാസിനുള്ള പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് mgh ആണ്. രണ്ടാമത് എക്സ് എന്ന് പറയുന്ന ഒരു കംപ്രഷനാണ് അതിൽ ലഭിച്ചതെങ്കിൽ ആ സ്പ്രിങ്ങിലുണ്ടായ പൊട്ടൻഷ്യൽ എനർജി സ്റ്റോറിങ് എന്ന് പറയുന്നത് ദിസ് മച്ച് ആയിരിക്കും. അപ്പോൾ അവൻ ഈ ഒരു ലെവലിലേക്ക് വരുന്ന സമയത്ത് അവിടെ നമുക്ക് കൺവേർട്ടഡ് ആയിട്ട് വരുന്ന കൈനറ്റിക് എനർജി ഹാഫും v² ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ആ കൈനറ്റിക് എനർജി ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടർ എന്ന് പറയുന്നത് എച്ചും അതോടൊപ്പം എക്സ് എന്ന് പറയുമ്പോൾ ഇവിടെ എച്ച് എന്ന് പറയുന്ന ഒരു കംപ്രഷനാണ് അതിന് കിട്ടിയത്. ആൻഡ് ഹെൻസ് വി ക്യാൻ സേ ഇറ്റ് പ്യുവർലി ഡിപ്പെൻഡ്സ് അപ്പോൺ the combination of h and h square, so we can say d as the answer. So we can move with the question number 5. അപ്പോൾ ഇവിടെ പറയുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് the velocity and the acceleration of a particle performing simple harmonic motion have a steady phase relationship. The acceleration shows a phase lead over the velocity in radians of. അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്കറിയാം ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഇക്വേഷൻ. സപ്പോസ് ഇറ്റ് ഈസ് ഗിവൻ as is equal to x is equal to a sin omega t. ദെൻ ദ വെലോസിറ്റി നമ്മൾ ഒരു പ്രാവശ്യം ഇതിനെ ഒന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ dx/dt എന്ന് പറയുന്നത് വി ക്യാൻ സേ ആസ് a ഒമേഗ. നമുക്കറിയാം സൈനിൻ്റെ ഡിഫറൻഷ്യൽ കോസ് ഒമേഗ ടി ആണെന്ന് നമുക്കറിയാം. അവിടെ നിന്ന് നമ്മൾ ആക്സിലറേഷനിലേക്ക് വരുമ്പോൾ നമ്മുടെ വെലോസിറ്റിയെ വീണ്ടും ഒരു പ്രാവശ്യം നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ വി ഗെറ്റ് ദ വാല്യൂ ഒമേഗ ഉള്ളത് കൊണ്ട് ഒരു പ്രാവശ്യം കൂടെ. സോ എ ഒമേഗ സ്ക്വയർ ദാറ്റ് ഈസ് എ സൈൻ ഒമേഗ ടി. സോ ദാറ്റ് ഈസ് ദ കൺസെപ്റ്റ്. അപ്പോൾ ഇവിടെ പറയുന്ന കാര്യം ദി ആക്സിലറേഷൻ ഷോസ് എ ഫേസ് ലീഡ് ഓവർ ദ വെലോസിറ്റി ഇൻ റേഡിയൻ. അപ്പോൾ ഇവിടെ നമുക്കറിയാം ഇതൊരു സൈൻ ഫങ്ഷനാണ്, ഇതൊരു കോസ് ഫങ്ഷനാണ് അല്ലേ. ഉറപ്പായിട്ടും അവ തമ്മിലുള്ള ഫേസ് എന്ന് പറയുന്നത് π/2 ആയിരിക്കും. സോ ദാറ്റ് ഈസ് ദ വെരി ഇമ്പോർട്ടൻറ്റ് വൺ. അതിൻ്റെ ആ പിക്ചറൈസേഷൻ ഒന്ന് മനസ്സിൽ ഓർക്കുക. ഇപ്പോൾ നമ്മുടെ സപ്പോസ് ഇത് നമ്മളുടെ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് നമ്മൾ പിക്ചർ ചെയ്തതെങ്കിൽ വാട്ട് ഈസ് ദ കർവ് ഫോർ ദ വെലോസിറ്റി. അപ്പോൾ ആ വെലോസിറ്റിയുമായിട്ട് നമ്മുടെ മനസ്സിൽ വരേണ്ട ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് ദ കർവ് എന്ന് പറയുന്നത് സോ ദാറ്റ് ഈസ് ദ ഒരു π/2 ഡിഫറൻസ് ഇവിടെ വന്നിട്ടുണ്ടെന്നുള്ള കാര്യം ഓർക്കുക. ദെൻ നെക്സ്റ്റ് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു പോയിൻ്റാണ് ആക്സിലറേഷൻ്റെ കർവ്.
ആക്സിലറേഷനും ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിൽ 180 ഡിഗ്രിയുടെ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ദാറ്റ് കർവ് ഇറ്റ് ഈസ് ലൈക്ക് ദിസ് വൺ. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്ന ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഈ ആക്സിലറേഷനും ഈ വെലോസിറ്റിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മുടെ ദാറ്റ് സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഉറപ്പിച്ച് നമുക്ക് പറയാം ദാറ്റ് ഈസ് π/2. So we can say C as the answer for the question. അടുത്ത് നമുക്ക് 6th ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം. കൺസിഡർ എ driven damped mechanical oscillator is in resonance. Which of the following statement is true? ഇപ്പോൾ സാധാരണ റെസൊണൻസ് സംഭവിക്കുമ്പോൾ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് സംഭവിക്കണമെങ്കിൽ we know the frequency of the natural frequency of the oscillator, it must be equal to the frequency of the driver. അതുകൊണ്ട് തന്നെ here we can say the answer as C. The driving frequency is the same as the natural frequency of the oscillator. We can move with the question number 7. A body undergoing simple harmonic motion has a maximum acceleration of that 8 pi meter per second square and a maximum speed of 1.6 meter per second. Then what is the time period? അപ്പോൾ സിമ്പിൾ ഹാർമോണിക് മോഷനിലെ മാക്സിമം ആക്സിലറേഷൻ എന്ന് പറയുമ്പോൾ എ ഒമേഗ സ്ക്വയർ എന്ന് നമുക്കറിയാം. ദാറ്റ് വാല്യൂ ഈസ് ഗിവൻ ആസ് 8 pi. മാക്സിമം സ്പീഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇറ്റ് ഈസ് എ ഒമേഗ, ഇറ്റ് ഈസ് ഗിവൻ ആസ് 1.6. അപ്പോൾ ഇവ തമ്മിലൊന്ന് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ വി ഗെറ്റ് ഒമേഗ ഈസ് ഈക്വൽ ടു ദാറ്റ് ഈസ് 8 pi / 1.6. ഒമേഗ എന്ന് പറയുന്നത് വി നോ ദാറ്റ് 2 pi ഇൻറ്റു എഫ് ആണ്. എഫിന് പകരം നമുക്ക് ടി ആയിട്ട് നമ്മൾ റെപ്രസെൻ്റ് ചെയ്താൽ ഇറ്റ് ഈസ് 8 / 1.6. അപ്പോൾ 2 പൈയും ക്യാൻസൽ ആയി കഴിഞ്ഞാൽ we can say that t is equal to 1.6 division by 4. That is equal to we get the answer as is equal to 0.4 seconds. So we get D as the choice. We can move with the question number 8. If x the displacement, v the velocity, a the acceleration of a particle executing simple harmonic motion of a time period t, then which of the following do not change with the time? അവിടെ നമ്മുടെ മനസ്സിലേക്ക് ഒരു ചോയ്സസ് ആയിട്ട് വരുമ്പോൾ സേ ഇപ്പോൾ എല്ലാത്തിലും ഒരുവിധം കോമൺ ആയിട്ടുള്ള ഒരു ടേമാണ് എ ടി എന്ന് പറയുമ്പോൾ ആക്സിലറേഷൻ ഇൻറ്റു ടൈം പീരീഡാണ്. അപ്പോൾ നമ്മുടെ ഒരു ടു ആൻഡ് ഫ്രോ മോഷൻ ആരംഭിച്ച് ഇത് മിഡിലുള്ളത് നമ്മുടെ മീൻ പൊസിഷൻ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഏതൊരു ലൊക്കേഷനിലുമുള്ള ആക്സിലറേഷൻ എന്ന് പറയുന്നത് എ എന്ന് പറയുന്നത് -ω² x ഇൻറ്റു ടി എന്നാണ് നമ്മൾ പറയുക. അപ്പോൾ ഉറപ്പായിട്ടും അവിടെ ഇറ്റ് പ്രൊപ്പോർഷണൽ ടു എക്സ് ആണ്. സമയം പോകുന്നതിനനുസരിച്ച് ചേഞ്ച് ചെയ്യും എന്നാണ് അത് ഉദ്ദേശിക്കുക. കാരണം എക്സ് ഈസ് ഡിഫറെൻറ്റ് ഫോർ ഡിഫറെൻറ്റ് ടൈംസ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ബി ചോയ്സും സി ചോയ്സും ഡി ചോയ്സും വരുന്നില്ല എന്നുള്ള കാര്യം ഓർക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ്. അതേപടി തന്നെ വെലോസിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റ് വരുമ്പോഴും നമ്മുടെ മനസ്സിൽ എടുക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഒമേഗ ഇൻറ്റു √(a² - x²). അപ്പോൾ എക്സ് എന്ന് പറയുന്നത് വേരീസ് വിത്ത് ടൈമാണ്. പക്ഷേ ഇഫ് യു ജസ്റ്റ് ഗോ വിത്ത് അവർ ഫസ്റ്റ് ചോയ്സ്, അത് നമുക്ക് നോക്കുമ്പോൾ എ ഇൻറ്റു ടി ബൈ ദാറ്റ് വി എന്നാണ് അവിടെ പറഞ്ഞിരിക്കുക. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു അവിടെ വരേണ്ട ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് ആക്സിലറേഷൻ ദാറ്റ് ഈസ് ഈക്വൽ ടു -ω² x ഇൻറ്റു ടി ഡിവിഷൻ ബൈ ദാറ്റ് വെലോസിറ്റി ഈസ് വാട്ട് ഒമേഗ ഇൻറ്റു √(a² - x²). സോ ദാറ്റ് ഈസ് ദ കൺസെപ്റ്റ് ഇതേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എക്സ് എന്ന് പറയുന്ന ഈ തരത്തിലോ അല്ലെങ്കിൽ വെലോസിറ്റി എന്ന് പറയുന്നത് നമുക്ക് എക്സ് ഒമേഗയായിട്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടോ എക്സ് ഒമേഗയായിട്ട് അല്ലെങ്കിൽ എൽ ഒമേഗയായിട്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എക്സിൻ്റെ കോൺട്രിബ്യൂഷൻ നമുക്ക് ക്യാൻസലായി പോകുന്നതിന് നമുക്ക് പറ്റും. അതുകൊണ്ട് നമുക്ക് പറയാം ദാറ്റ്
എ ടി ബൈ വി എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആക്കി എടുക്കാം. സോ എ ആസ് ദി ആൻസർ. So we can move with the question number 9. A particle is moving along the x-axis such that its acceleration is proportional to the displacement from the equilibrium position and they are in the same direction. സാധാരണ അതൊരു എസ് എച്ച് എം ആണെന്നുണ്ടെങ്കിൽ അത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെന്ന് നമുക്കറിയാം, ആക്സിലറേഷനും ഡിസ്പ്ലേസ്മെൻറ്റ്. പക്ഷേ വി ഹാവ് ടു കൺസിഡർ ദേ ആർ ഇൻ ദ സെയിം ഡിറക്ഷൻ. ദെൻ ദ ഡിസ്പ്ലേസ്മെൻറ്റ് എക്സ് ടി ഈസ് ഗിവൺ ബൈ. സാധാരണ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് സേ സൈൻ ഒമേഗ ടി. അപ്പോൾ നമ്മൾ സാധാരണ പറയും വൈ എന്ന് പറയുന്നത് എക്സ് ആക്സിസ് ആണ്. ഓക്കെ, എക്സ് ഇസ് ഈക്വൽ ടു സൈൻ ഒമേഗ ടി എന്ന് നമ്മൾ പറയുമ്പോൾ വെലോസിറ്റി എന്ന് പറയുന്നത് നമുക്ക് സിമ്പിളായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും, ദാറ്റ് ഈസ് ഒമേഗ കോസ് ഒമേഗ ടി. അപ്പോൾ ആക്സിലറേഷനിൽ വരുമ്പോൾ ഒരു പ്രാവശ്യം കൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ മൈനസ് ഒമേഗ സ്ക്വയർ സൈൻ ഒമേഗ ടി എന്നുള്ള കൺസെപ്റ്റിലേക്ക് വരുമ്പോൾ നമുക്ക് പറയാം ദാറ്റ് ഈസ് മൈനസ് ഒമേഗ സ്ക്വയർ ഇൻ ടു ദാറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ്. സോ ആക്സിലറേഷൻ ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് തമ്മിലൊരു മൈനസ് സൈനിൻ്റെ റിലേഷൻ വരുന്നത് കൊണ്ട് ദേ ആർ ഇൻ ഔട്ട് ഓഫ് ഫേസ് ഓഫ് പൈ എന്ന് നമുക്ക് പറയാൻ പറ്റും. അതുകൊണ്ട് തന്നെ 180 ഡിഗ്രി പരസ്പരം ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായി. പക്ഷേ ഇവിടെ പറയുന്ന കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഒരേ ഡയറക്ഷനിലാകണം. അങ്ങനെ നമുക്ക് ഓരോ ചോയ്സ് ആയിട്ട് എടുക്കുമ്പോൾ സി ഇഫ് യു ജസ്റ്റ് ലുക്ക് ദ ചോയ്സ് നമ്പർ സി ആൻഡ് സപ്പോസ് ഇറ്റ് ഈസ് ഗിവൺ ദാറ്റ് എക്സ് ടേക്ക് ദ വാല്യൂ ഇ റൈസ് ടു ഒമേഗ ടി. അപ്പോൾ നമ്മളതിൻ്റെ വെലോസിറ്റി നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷനാണ്. സോ ഒമേഗ ഇൻറ്റു ഇ റൈസ് ടു ഒമേഗ ടി. അപ്പോൾ ആക്സിലറേഷൻ എന്ന് പറയുന്നത് വീണ്ടും ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷനാണ്. സോ വി ഗെറ്റ് ഒമേഗ സ്ക്വയർ. സോ ഒമേഗ സ്ക്വയർ ഇൻറ്റു ഈ ഒമേഗ ടി എന്ന് പറയുന്നത് എക്സ് ആയിട്ടാണ് നമ്മളോട് പറഞ്ഞത്. സോ അവ തമ്മിലുള്ള ഒരു റിലേഷൻ എന്ന് പറയുന്നത് പോസിറ്റീവായിട്ട് വന്നിരിക്കുകയാണ്. ദാറ്റ് മീൻസ് ആക്സിലറേഷനും ഡിസ്പ്ലേസ്മെൻറ്റും സെയിം ഡിറക്ഷനിലാണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. സോ വി ക്യാൻ സേ സി എസ് ദി ആൻസർ. ഫോർ 10th one, the displacement y of a particle that is given as is equal to y equal to 4 cos square t by t into sin 1000 t. This expression may be considered to be a result of the superposition of how many simple harmonic motions. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതിനെ ഒരു സിമ്പിൾ വേവ്സുകളായിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാം. ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു എക്സ്പ്രഷൻ എന്ന് പറയുന്നത് 2 കോസ് സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് 1 പ്ലസ് കോസ് 2 തീറ്റ എന്ന് നമുക്കറിയാം. ദാറ്റ് ഈസ് കോസ് സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് 1 പ്ലസ് കോസ് 2 തീറ്റ ഡിവിഷൻ ബൈ 2. അത് ബേസ് ചെയ്താൽ നമുക്ക് കോസ് സ്ക്വയർ ടി ബൈ 2 എന്ന് പറയുന്നത് സിമ്പിളായിട്ട് നമുക്ക് എഴുതാം. ദാറ്റ് ഈസ് 1 പ്ലസ് കോസ് ടി ദാറ്റ് ഡിവിഷൻ ബൈ 2. ടി ബൈ 2 ആയതുകൊണ്ടാണത് ടി ആയിട്ട് മാറിയത്. ദാറ്റ് മച്ച് ഇൻ ടു സൈൻ 1000 ടി. ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്മളത് ഉള്ളിലോട്ട് കിടക്കുമ്പോൾ 4 1 by 2. സോ ഇറ്റ് ബിക്കംസ് 2 പ്ലസ് 2 cos t that much into sin 1000 t. നമ്മളൊന്ന് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ടൈം ബിക്കം 2 sin 1000 t പ്ലസ് 2 cos t sin 1000 t. അപ്പോൾ ഇതാണ് നമുക്കിപ്പോൾ റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതൊരു സിമ്പിൾ ഹാർമോണിക് മോഷനായിട്ട് കിട്ടി. പക്ഷേ ഇതൊരു കോമ്പോസിറ്റ് വേവ് ആണ് അല്ലേ. ആ കോമ്പോസിറ്റ് വേവിനെ നമുക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യാം? അവിടെ നമുക്ക് ഉപയോഗിക്കേണ്ട ഒരു കൺസെപ്റ്റാണ് 2 cos A sin B എന്ന് പറയുന്നത്. വി നോ ദ കൺസെപ്റ്റ് ആസ് എ സൈൻ ഓഫ് എ പ്ലസ് ബി ദാറ്റ് മച്ച് മൈനസ് ദ സൈൻ ഓഫ് എ മൈനസ് ബി. ഇതാണ് അടുത്ത കൺസെപ്റ്റ്. അപ്പോൾ അത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വി ഗെറ്റ് ദ വാല്യൂ ആസ് എ 2 സൈൻ ദാറ്റ് 1000 t പ്ലസ് ദാറ്റ് ഈസ് ഈക്വൽ ടു സൈൻ ഓഫ് എ പ്ലസ് ബി. സോ സൈൻ ഓഫ് a plus b. So 1000 t plus t that is equal to that 1001 t minus that 1000 t minus t that is equal to 99 t. That much cosine sin a plus b minus sin a minus b. That means നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് 3 സിനുസോയിഡൽ വേവ്സ് ഒരുമിച്ച് ചേർന്നതാണ്, SHMs ഒരുമിച്ച് ചേർന്നതാണ് നമ്മുടെ തന്നിരിക്കുന്ന റിലേഷൻ. സോ വി ക്യാൻ ടേക്ക് ബി എസ് ദി ആൻസർ.
So we can move with the question number 11. A particle of mass 3 kg attached to a spring of a force constant K is equal to 48 Newton per meter executes a simple harmonic motion on a frictionless horizontal surface. The time period of oscillation of the particle in seconds is. നമുക്കറിയാം ഒരു സ്പ്രിങ്, അപ്പോൾ അതിൽ ഹൊറിസോണ്ടൽ പൊസിഷനിലായിക്കൊള്ളട്ടെ വെർട്ടിക്കൽ പൊസിഷനിലായിക്കൊള്ളട്ടെ എം എന്ന് പറയുന്ന ഒരു മാസാണ് അവന് റീസ്റ്റോറിംഗ് ഫോഴ്സ് കൊടുക്കുന്നതെങ്കിൽ ദ ടൈം പീരീഡ് ഓഫ് ഓസിലേഷൻസ് വി നോ ടി ഈക്വൽ ടു 2π ഇൻറ്റു റൂട്ട് ഓഫ് എം ബൈ കെ. എല്ലാ ഫാക്ടേഴ്സും നമുക്ക് തന്നിട്ടുണ്ട്. സോ വി ക്യാൻ ജസ്റ്റ് പുട്ട് ദ വാല്യൂ ഫോർ എം എന്ന് പറയുന്നത് 3 ആണ്. ദ ഡിവിഷൻ ബൈ 40 ആയി. സോ 3 48 ക്യാൻസൽ ചെയ്യുമ്പോൾ അത് 60 ആയി മാറി. So 2π into 1 by root 16 that is equal to 2π into 1 by 4 ആയിട്ട് നമുക്ക് മാറും. So we get the value as is equal to pi by 2. So that is a very important one and we get B as the answer for the problem. We can move with the next one, the 12th question, a good question. The position and velocity of a particle executing simple harmonic motion at t equal to 0 are given by the position as 3 centimeter and the velocity that is given as 8 centimeter per second. If the angular frequency of the particle is 2 radian per second, then the amplitude of oscillation in centimeters is. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് നമ്മുടെ വെലോസിറ്റിയും ഡിസ്പ്ലേസ്മെൻറ്റുമായിട്ടുള്ള റിലേഷൻ നമുക്കറിയാം. ദാറ്റ് ഈസ് വി ഇസ് ഈക്വൽ ടു ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ക്യാപിറ്റൽ എ ആണ്. സോ അതിനെ നമുക്കൊന്ന് മാറ്റിയെടുക്കാൻ ശ്രമിച്ചാൽ ജസ്റ്റ് വി ക്യാൻ സ്ക്വയർ ഇറ്റ്, ദെൻ വി ഗെറ്റ് ദ വാല്യൂ വി സ്ക്വയർ ഈക്വൽ ടു ഒമേഗ സ്ക്വയർ ഇൻറ്റു എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. So a square minus y square, so it will take the value which is equal to that is equal to v square division by omega square. So a square equal to y square plus v square by omega square. നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റാസ് നമ്മൾ അതേപടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ that y is given as 3 square plus that velocity it is given as 8 square division by that omega square, the angular frequency as 2 square. So that is equal to 9 plus 64 by 4. So that is nothing but equal to 16. So amplitude take the value as is equal to root of 9 plus 16. That is equal to root of 25. So we get the value as 5. So we get the answer as C as the choice. So we can move with the next one, number 13. A simple harmonic motion that is represented as ext equal to sine square omega t minus 2 cos square omega t, the angular frequency of oscillation. സോ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഇതിനെ ഒരു സിമ്പിൾ ഹാർമോണിക് മോഷനായിട്ട് എങ്ങനെ കൺവേർട്ട് ചെയ്യാം എന്ന് നമുക്ക് ആദ്യം ചിന്തിക്കാം. ഈ സൈൻ സ്ക്വയർ ഒമേഗ ടി എന്ന് പറയുന്നത് വി ക്യാൻ റൈറ്റ് ടു ബി ഈസ് ഈക്വൽ ടു 1 minus cos 2 omega t by 2 minus 2 into cos square omega t എന്ന് പറയുന്നത് 1 plus cos 2 omega t by 2, that is equal to half minus half cos 2 omega t minus 2 cancel, so minus 1 minus cos minus 2 cos 2 omega t. So 2 രണ്ടിലും ക്യാൻസലായി പോകുന്നുണ്ട്. സോ മൈനസ് കോസ് 2 ഒമേഗ ഡി ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് മൈനസ് 1. സോ വി ഗെറ്റ് ദ വാല്യൂ എസ് മൈനസ് ഹാഫ്. ഇവിടെ 2 ആണ് ആ വാല്യൂ അല്ലേ. ഇവിടെ മൈനസ് ഹാഫും ഇവിടെ 1 വാല്യൂ. സോ അങ്ങനെ വരുമ്പോൾ മൈനസ് ഹാഫും മൈനസ് 1 വരുമ്പോൾ മൈനസ് 3/2 കോസ് 2 ഒമേഗ ഡി. അപ്പോൾ ഇതിൻ്റെ പീരിയോഡിക് ഫങ്ഷൻ അല്ലെങ്കിൽ വേരിയബിലിറ്റി കാണിക്കുന്നത് ഇതാണ് അല്ലേ. അപ്പോൾ അതിൻ്റെ ഫ്രീക്വൻസി നമുക്കറിയാം. അതിനെ ഒരു ജനറലൈസ് ചെയ്താൽ അത് കോസ് ഒമേഗ ഡാഷ് ഇൻറ്റു ടി ആണെങ്കിൽ ദാറ്റ് ഒമേഗ ഡാഷ് ഈസ് ഹിയർ 2 ഒമേഗ. സോ ദാറ്റ് ഈസ് സെഡ് ടു ബി ദി ആങ്കുലർ ഫ്രീക്വൻസി. അപ്പോൾ തന്നിരിക്കുന്ന ഫങ്ഷന് നമ്മൾ ഒരു
പീരിയോഡിക് ഫങ്ഷൻ ആക്കി അല്ലെങ്കിൽ ആ കോംപ്ലക്സ് വേവിനെ ഒരു സിമ്പിൾ വേവായിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്തപ്പോൾ വി ക്യാൻ എക്സ്പ്രസ് ഈസിലി ഇറ്റ്സ് ആങ്കുലർ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ. നമ്പർ 14. Two equal masses hung from two massless springs of a spring constant K1 and K2. സോ ഇത് നമ്മുടെ ഫസ്റ്റ് കേസ് ആണെന്നിരിക്കട്ടെ. അപ്പോൾ അത് ഈക്വൽ മാസസ് ആണ് ഓരോന്നിലും ഹാങ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. പക്ഷേ ഡിഫറൻ്റ് ആയിട്ടുള്ള സ്പ്രിങ് കോൺസ്റ്റൻ്റുള്ള രണ്ട് സ്പ്രിങ്ങുകൾ. ഇവിടെ പറയുന്നത് ദേ ഹാവ് ഈക്വൽ മാക്സിമം വെലോസിറ്റി. അപ്പോൾ ഫസ്റ്റ് കേസിൻ്റെ മാക്സിമം വെലോസിറ്റി എന്ന് പറയുന്നതുമായിട്ട് ബന്ധപ്പെട്ട് that we can write it to be a1 omega 1. It should be equal to, for the second one, a2 into omega 2. അപ്പോൾ ഒമേഗ എന്ന് പറയുന്നത് ആംഗുലർ ഫ്രീക്വൻസി ആണ്, എ എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡാണ്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് a1/a2 ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഒമേഗ 2/omega 1 ആണ്. അപ്പോൾ അവിടെ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കൺസെപ്റ്റ് എന്ന് പറയുന്നത് ടൈം പീരീഡുമായിട്ട് നമ്മൾ റിലേറ്റ് ചെയ്യുമ്പോൾ ഒമേഗ 2 എന്ന് പറയുന്നത് 2π/t2 ആണ്. സോ വി ക്യാൻ റൈറ്റ് ടു ബി ആസ് t1/t2. അപ്പോൾ സിമ്പിളായിട്ട് നമ്മുടെ മനസ്സിൽ വരേണ്ട കാര്യം എന്ന് പറയുന്നത് ടൈം പീരീഡിൻ്റെ റേഷ്യോ എന്താണ് എന്നുള്ളതാണ്. സി ലുക്ക് ദ വെരി ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്. ടൈം പീരീഡ് എന്ന് പറയുന്നത് നമുക്കറിയാം ആസ് 2π × √(EM/k) ആണ്. അപ്പോൾ ഇവിടെ T1 എന്ന് പറയുന്നത് സോ വി ക്യാൻ റൈറ്റ് ടു ബി ഈസ് ഈക്വൽ ടു പ്രൊപ്പോർഷണാലിറ്റി, ദാറ്റ് ഈസ് K2 division by K1. So that is the answer. So K2/K1 the whole raised to half. So we get the answer as the D choice. So we can move with the last question for the session. The simple harmonic motion of a particle is given by as x is equal to a sine 2πt. Then the location of the particle from its mean position at a time 1/8 of a second. ലൊക്കേഷൻ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഏത് സമയത്തുള്ളതാണ്? ആ സമയത്തിൻ്റെ വാല്യൂ 1/8 ആണ്. സോ വി ക്യാൻ റൈറ്റ് ടു ബി a sine 2/8. ഇറ്റ് ബിക്കംസ് 4, ദാറ്റ് ഈസ് π/4. സൈൻ π/4 എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് 1/√2 ആണ്. സോ ലൊക്കേഷൻ എന്ന് പറയുന്നത് a/√2 ആയിട്ട് കിട്ടി. സോ CS ദി ആൻസർ. ഡിയർ സ്റ്റുഡൻസ്, ഏറ്റവും പ്രധാനപ്പെട്ട പ്രോമിസിംഗ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ് ഓസിലേഷൻസ്. ചില വർഷങ്ങളിൽ മാത്രം ബ്രെയിൻഡ് ക്വസ്റ്റ്യൻസ് വെയിറ്റ് ചെയ്തു, പക്ഷേ ബാക്കി എല്ലായിടത്തും നമുക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ ഈസിയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ബട്ട് ട്രൈ ടു ഡു മാക്സിമം MCQs. Take care. God bless you.